everyone, welcome to Krish Talks. അപ്പോൾ നമ്മുടെ ക്യൂട്ടിയുടെ BBAയുടെ MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 173 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഈ ഒരൊറ്റൊരു വീഡിയോയിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കാം വീഡിയോ, നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്കർ എ സിസ്റ്റമാറ്റിക് ആൻഡ് powerful means of analysis to explore policies for achieving predetermined goal are called quantitative techniques. അതായത് ഒരു ഡിസിഷൻ മേക്കർക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ടൊക്കെ അനലൈസ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും ഗോൾ അച്ചീവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. പ്രോഗ്രാമിംഗ് ടെക്നിക്സിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് എന്നുള്ളതാണ്. ദെൻ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇൻ്റഗ്രേഷൻ ആണ്. ദെൻ പവർഫുൾ ഡിവൈസ് ഡെവലപ്ഡ് ഓവർ ദി മെട്രിക്സ് ഓൾജിബ്ര. മെട്രിക്സ് ഓൾജിബ്രയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പവർഫുൾ ഡിവൈസ് ആണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് വിച്ച് റിസംബിൾസ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ റിസംബിൾ ചെയ്യുന്ന ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക് ഏതാണ്? സിമുലേഷൻ ആണ്. ക്യൂയിങ് തിയറീനെ പറയുന്ന മറ്റൊരു പേര് വെയിറ്റിംഗ്. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, അത് ആലോചിച്ചാൽ മതി. ക്യൂയിങ് തിയറി എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേര് വെയിറ്റിംഗ് ലൈൻ തിയറി എന്നുള്ളതാണ്. ദെൻ CPMന്റെ ഫുൾ ഫോം എന്താണ്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ദ വേർഡ് കോറിലേഷൻ യൂഷ്വലി ഇംപ്ലൈസ്. കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് എന്നാണ്, കാരണം നമ്മളവിടെ രണ്ട് എലമെന്റ്സിനെയാണല്ലോ നോക്കുന്നത്. കോറിലേഷൻ രണ്ട് എലമെന്റ്സിനെയാണ് നോക്കുന്നത്, അപ്പോൾ ബോത്ത് എന്നാണ് വരുന്നത്. ദെൻ കോറിലേഷൻ അനാലിസിസ് ഒരു എന്ത് അനാലിസിസ് ആണ്? ബോത്ത് B and C എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബൈവേരിയേറ്റ് അനാലിസിസും ആണ് മൾട്ടി വേരിയേറ്റ് എന്ന് പറയും. അപ്പോൾ കോറിലേഷൻ എപ്പോഴും രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ബൈ മീൻസ് രണ്ട്, മൾട്ടി എന്ന് വെച്ചാലും രണ്ട്, ഒന്നിലധികം എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ വാല്യൂസ് ഓഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ പോയാൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അടുത്ത ചോദ്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. Then when the amount of change in one variable leads to a constant ratio of change in another, ഒരെണ്ണത്തിലുണ്ടായത് മറ്റൊരെണ്ണത്തിലും ചേഞ്ച് സംഭവിക്കാൻ ഇടയാവുകയാണെങ്കിൽ അത്തരം കോറിലേഷൻ ആണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. Then dash attempts to determine the degree of relationship between the variables. കോറിലേഷൻ അനാലിസിസ് ആണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ നോൺ ലീനിയർ കോറിലേഷനെ വിളിക്കുന്ന മറ്റൊരു പേര് കർവി ലീനിയർ കോറിലേഷൻ എന്നുള്ളതാണ്. സ്കാറ്റർ ഡയഗ്രത്തിനെ വിളിക്കുന്ന മറ്റൊരു പേര് സീറോ കോറിലേഷൻ എന്നുള്ളതാണ്. അടുത്തത് 16ാമത്തെ ചോദ്യം. ഇഫ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ദ സ്കാറ്റർ ഡയഗ്രാം ലൈസ് ഓൺ ദ സ്ട്രേറ്റ് ലൈൻ ഫോളിംഗ് ഫ്രം ദ ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ടു ദി അപ്പർ റൈറ്റ് ഹാൻഡ്. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരിക. ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് അപ്പർ റൈറ്റ് ഹാൻഡ് കോർണറിലേക്ക് ഇങ്ങനെ ലൈൻ കെടുക്കാന്ന്, ഈ ലൈനിലാണ് നമ്മുടെ പോയിന്റ്സ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരം കോറിലേഷൻ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി അടുത്തത് നിങ്ങളൊന്ന് നോക്കിയേ. സ്ട്രേറ്റ് ലൈൻ ഫോളിങ് ഫ്രം ദി അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ടു ദി ലോവർ റൈറ്റ് ഹാൻഡ്. അതായത് അപ്പർ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിട്ടാണ് പറയുന്നത്. Then the quantitative measures of correlation between two variables എന്ന് പറയുന്നത് coefficient of correlation ആണ്. coefficient of correlation മെഷർ ചെയ്യുന്നത് റിലേഷൻ ആണ്. അത് ലൈസ് ബിറ്റ്വീൻ +1 ആൻഡ് -1. ദെൻ കാൾ പിയേഴ്സൺസ് coefficient of correlation നമ്മൾ ഏത് ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ R ആണ്. റാങ്ക് കോറിലേഷൻ എപ്പോഴും ബിറ്റ്വീൻ +1 ആൻഡ് -1 ആയിരിക്കും. കോറിലേഷൻ എന്തൊക്കെ ആവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവും ആവാം. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എക്സ്പ്ലെയിൻ ദ ഡയറക്ഷൻ ആൻഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണ് വേരിയബിൾസിന്റെ കാണിക്കുന്നത്. ദെൻ ഇഫ് R ഈസ് ഈക്വൽ ടു +1 ദ കോറിലേഷൻ ഇസ് സെഡ് ടു ബി പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയാം. Then an analysis of the covariance between two or more variables നെ വിളിക്കുന്ന പേര് correlation analysis എന്നുള്ളതാണ്. The square of coefficient of correlation coefficient of determination ആണ്. If correlation analysis PE is equal to dash 0.6745 സ്റ്റാൻഡേർഡ് എറർ ആണ് വരുന്നത്. Then coefficient of correlation is more than dash of its PE, correlation is significant. Correlation is significant ആവുന്നത് 6 times more than ആവുമ്പോഴാണ്. If correlation between two variables is unity, there is excess perfect correlation. അവിടെ two variables തമ്മിലുള്ള correlation unity ആണെങ്കിൽ perfect correlation ആണെന്നാണ് നമ്മൾ പറയാം. If correlation analysis the formulae 1
minus r raised to 2 is used to compute the value of coefficient of non-determination calculate ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. Then study of correlation between two sets of data. രണ്ട് sets of data only ആണെങ്കിൽ അതിനെ പറയുന്നത് simple correlation എന്നുള്ളതാണ്. Then dash is the study of correlation between one dependent variable with one independent variable ആണെങ്കിൽ keeping the other ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആസ് കോൺസ്റ്റൻറ്റ്, ബാക്കിയുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടും കീപ്പ് ചെയ്യുവാണെങ്കിൽ അത്തരം സ്റ്റഡി ഓഫ് കോറിലേഷൻ ആണ് പാർഷ്യൽ കോറിലേഷൻ. ദെൻ കോറിലേഷൻ among 3 or more വേരിയബിൾസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. ഇൻ എ കോറിലേഷൻ അനാലിസിസ് ഇഫ് ആർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം അവിടെ നോ കോറിലേഷൻ എന്നുള്ളതാണ്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബോത്ത്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ if r is equal to 0.8, covariance of x and y is equal to 6, variance y is equal to 9, then standard deviation of y എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. When r is equal to -1, we may say that there is perfect negative correlation. -1 ആണെങ്കിൽ perfect negative correlation ആണ്. If the ratio of change in one variable is equal to the ratio of change in the other, the correlation is said to be linear ആയിരിക്കും. അടുത്ത ചോദ്യം, if the plotted points of a scatter diagram fall on a narrow band, it indicates high degree of correlation ഉണ്ടെന്നാണ് അതിനർത്ഥം. അതായത് നമ്മുടെ സ്കാറ്റർ ഡയഗ്രാം ഒരു നാരോ ബാൻഡ് പോലെ ഇങ്ങനെയാണ് ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണ് കാണിക്കുന്നത്. Then if plotted points in a dot chart lies on the straight line, x-axisന് പാരലൽ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടെ ആബ്സെൻസ് ഓഫ് കോറിലേഷൻ എന്നാണ് അർത്ഥം. Then if r is equal to 0.9, coefficient of determination 81% ആയിരിക്കും. If plotted points in a scattered diagram lies on the straight line vertical to the y-axis ആണെങ്കിൽ അവിടെ നമ്മുടെ കോറിലേഷൻ 0 ആയിരിക്കും. അത് 44ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ടു റിഗ്രഷൻ കോയിഫിഷ്യൻസ്. ടു റിഗ്രഷൻ കോയിഫിഷ്യൻറ്റിൻ്റെ ജോമെട്രിക് മീൻ ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. If dots in a scatter diagram are lie in a haphazard manner, then r is equal to 0. ഇതിൽ ഒരു വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹഫാസഡ് എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കേട്ടോ. അതായത് കറക്റ്റ് ഒരു പാറ്റേണിൻ്റെ അല്ലാതെ ഇങ്ങനെ ചിതറിക്കെടുക്കില്ലേ, അതിനെയാ പറയുക. അപ്പോൾ അത് 0 ആണ് ആൻസർ വരുന്നത്. പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാൾ പിയേഴ്സനാണ്. സ്പിയർമാൻസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ നമ്മൾ ആർ ഡിനോട്ട് ക്യാപിറ്റൽ ലെറ്റർ ആർ ആയിട്ടാണ് പറയാറുള്ളത്. ഇഫ് എം ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, ദെൻ ദ വാല്യൂ ഓഫ് എം സ്ക്വയർ എന്ന് പറയുന്നത്, സ്ക്വയർ വന്നാൽ അത് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ്. ദെൻ 1 മൈനസ് എം സ്ക്വയർ വന്നു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ ആണ്. Then the coefficient of correlation between two variables x and y will have negative sign when അത് എന്താവാം, y is increasing x is increasing, y is increasing എന്നാവാം. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ any of the above ആണ് ആൻസർ. Coefficient of concurrent deviation depends on the direction of deviation. Dash refers to the analysis of average relationship between the two variables to provide a mechanism for prediction. Regression ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then two regression lines coincide each other when r is equal to +1 ആകുമ്പോഴാണ് രണ്ട് റിഗ്രഷൻ ലൈൻസ് കോയിൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈൻസും ഒരേ ഇതിലായിരിക്കും. x1y-ഉം y1x ഒക്കെ സെയിം ലൈനിലായിരിക്കും. അപ്പോൾ അത് പോസിറ്റീവ് കോറിലേഷനാണ് ഉദ്ദേശിക്കുന്നത്. Then the two regression lines are mutually perpendicular ആണെങ്കിൽ അതിനർത്ഥം 0 എന്നാണ്. Then byx is the regression coefficient of the regression equation y on x. The sign of regression coefficient same ആയിരിക്കും. Then sign of correlation coefficient and regression coefficient same ആണ്. Scatter diagram of the various values of x, y gives the idea about functional relationship. If x and y are independent, then the value of regression coefficient byx 0 ആയിരിക്കും. Regression coefficient is independent of origin. bxy into byx എന്ന് പറയുന്നത് coefficient of determination കണ്ടുപിടിക്കാനാണ് ചെയ്യാറ്. Then if x and y are two variables, there can be at most two regression lines. Geometric mean of regression coefficient എന്ന് പറയുന്നത് coefficient of correlation ആണ്. In a regression line y on x, the variable x-നെ വിളിക്കുന്ന പേര് all the above ആണ്, ഏത് വേണമെങ്കിലും പറയാം. Then the regression coefficient of regression equation x on y is denoted by bxy.
ദെൻ അടുത്തത് the term regression was used firstly by Francis Galton ആണ് ഉപയോഗിക്കുന്നത്. If the constant 30 is subtracted from each of the value x and y, the regression coefficient എന്ന് പറയുന്നത് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല, not changed. In dash regression, only one independent variable is used to explain the dependent. അത് linear regression ആണ്. When two or more independent variables are used to explain ആണെങ്കിൽ അത് multiple regression ആണ്. റിഗ്രഷൻ ലൈൻസിനെ വിളിക്കുന്ന മറ്റൊരു പേര് എസ്റ്റിമേറ്റിംഗ് ലൈൻസ് എന്നുള്ളതാണ്. ദെൻ ഇഫ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഈസ് നെഗറ്റീവ്, ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് നെഗറ്റീവ് ആയിരിക്കും. അടുത്ത ചോദ്യം, റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് ചാൾസ് പിയേഴ്സ്മാൻ ആണ്. ദ അരിത്തമെറ്റിക് മീൻ ബി എക്സ് വൈ ആൻഡ് ബി വൈ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആർ. The regression correlation and correlation coefficient of two variables will be the same if their standard deviation same ആണെങ്കിൽ അത് രണ്ടും സെയിം ആയിരിക്കും. If the sign of regression coefficient bxy is negative, then sign of regression coefficient byx will be negative തന്നെ ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. അടുത്ത ചോദ്യം, വൈൽ അനലൈസിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ വിളിക്കുന്ന മറ്റൊരു പേര് എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്നാണ്. While analyzing relationship between the variables ആ സമയത്ത്. Then when r is equal to 0.2, sd of x equal to 8, sd of y is equal to 10, then bxy എന്ന് പറയുന്നത് 0.16 ആയിരിക്കും. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ വിളിക്കുന്ന മറ്റൊരു പേര് എക്സ്പ്ലെയിൻ ദ വേരിയബിൾ എന്നുള്ളതാണ്. വൺ റിഗ്രഷൻ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. അരിത്തമെറ്റിക് മീൻ ബി എക്സ് വൈ ആൻഡ് ബി വൈ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആർ ആയിരിക്കും. ദെൻ ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റിനെയാണ് ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ദ ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ടു ദ ലൈക്ലിഹുഡ് ഓഫ് ദി ഒക്യുറൻസ് ഓഫ് എൻ ഇവൻറ്റിന് പറയുന്നതും പ്രോബബിലിറ്റി എന്ന് തന്നെയാണ്. എവറി ഇൻഡികമ്പോസബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റിനെ വിളിക്കുന്ന പേര് സാമ്പിൾ പോയിന്റ് എന്നുള്ളതാണ്. സാമ്പിൾ പോയിന്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് എലമെൻ്ററി ഔട്ട്കം എന്നാണ്. റിസൾട്ട് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റിനെ വിളിക്കുന്ന പേര് ഇവൻ്റ് എന്നാണ്. ദെൻ രണ്ടോ അതിലധികമോ ഔട്ട്കംസ് വരികയാണ് അൺപ്രഡിക്റ്റബിൾ മാനറിൽ വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ്. റാൻഡം എക്സ്പെരിമെൻറ്റിലാണ് അങ്ങനെ ഉണ്ടാവുക. ദെൻ എന്തായാലും ഒക്യുർ ആകുന്ന ഒരു ഇവൻ്റ് ഷുവർ ഇവൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ എന്താ പറയുക ഒക്യുറൻസ് എന്ന് പറയുന്നത് ഇമ്പോസിബിളും ആണെങ്കിൽ അതും ഷുവർ ഇവൻ്റ് ആണ്. ദെൻ നമുക്ക് ഷുവർ ഇല്ലാത്ത ഒരു ഇവൻ്റ് ആണെങ്കിൽ അത് അൺസർട്ടൈൻ ഇവൻ്റ് ആണ്. ദെൻ എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ആർ സെറ്റ് ടു ബി ഡാഷ് ഇഫ് ദ ഒക്യുറൻസ് ഓഫ് വൺ ദം എക്സ്ക്ലൂഡ് ദ പോസിബിലിറ്റി ഓഫ് ദി അതർ. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. ദെൻ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡെഫിനിറ്റ് ഓർഡർ, കറക്റ്റ് ഒരു ഓർഡറിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പെർമ്യൂട്ടേഷൻ എന്നാണ്. ദെൻ സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് വിതൗട്ട് കൺസിഡറിങ് ഓർഡർ നോക്കാതെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 12C എന്ന് പറയാം, ചൂസ് എന്ന് പറയാം, കോമ്പിനേഷൻ എന്ന് പറയാം കേട്ടോ അതിനെ. അപ്പോൾ 12C12 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നാണ്. അതായത് 12 കോമ്പിനേഷനിൽ നിന്ന് നമ്മൾ 12 എടുത്തു. അപ്പോൾ അത് സെയിം ആയിട്ടുള്ളതിൽ എടുത്തത്, അപ്പോൾ ഈക്വൽ ടു 1 ആണ്. ഇനി 25C12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൽ നിന്നും നമ്മൾ 12 എണ്ണം എടുത്തു എന്നാണ്. അപ്പോൾ ബാക്കി അതിൽ എത്ര ഉണ്ട്? 13. അപ്പോൾ ആൻസർ നോക്കിയാൽ 25C13 എന്നുള്ളതാണ്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ്സ് ഇസ് കോൾഡ് നൾ സെറ്റ്. ക്ലാസിക്കൽ പ്രോബബിലിറ്റീനെ പറയുന്ന പേര് മുകളിലുള്ള ഏത് പേര് വേണമെങ്കിലും പറയാം, ഓൾ ദി എബവ് ആണ്. ദ റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചിനെ വിളിക്കുന്ന പേര് ഓൾ ദി എബവ് ആണ്, എല്ലാം പറയാം. വെൻ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ഓഫ് ബി, ദെൻ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. വെൻ ടു ഇവൻറ്റ്സ് കനോട്ട് ഒക്യുർ ചെയ്യാത്ത ഇവൻസിനെ പറയുന്ന പേര് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ്. ദെൻ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആൻഡ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1/6 ദെൻ പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 5/6 ആയിരിക്കും. ദ പ്രോബബിലിറ്റി ഓഫ് എ ഷുവർ ഇവൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇഫ് 2 sets have no common element, 2 കോമൺ എലമെൻറ്റ് ഇല്ലാത്ത സെറ്റ്സ് ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. 2 events are said to be dash if any one of them cannot be expected to occur ചെയ്യാൻ സാധ്യതയില്ലാത്തത് ഈക്വലി ലൈക്ലി ആണ്. Then 2 events are said to be independent if one does not affect the occurrence of the other. Probability of an event lies between 0 and 1. Probability of the sample space of a random experiment എന്ന് പറയുന്നത് +1 ആണ്. In tossing a coin,
ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റിംഗ് ടെയിൽ എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. ഇഫ് ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. ഇഫ് ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ആൻഡ് ബി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ആൻ ഇവന്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദോസ് എലമെന്റ്സ് വിച്ച് ആർ നോട്ട് ഇൻ ദ ഗിവൺ ഇവന്റ് ഈസ് കോൾഡ് കോംപ്ലിമെന്ററി ഇവന്റ്. Then the definition of priori probability was originally given by Laplace. Dash refers to the totality of the elementary outcome. അതിന് വിളിക്കുന്ന പേര് സാമ്പിൾ സ്പേസ് എന്നാണ്. Probability of all the possible elementary outcomes of the random experiments equal to 1 ആണ്. Probability of the intersection of two mutually exclusive events എന്ന് പറയുന്നത് 0 ആണ്. Empty ആയിട്ടുള്ള സെറ്റിനെ വിളിക്കുന്ന പേര് ഈക്വൽ സെറ്റ്. ആൻഡ് empty set is also known as equal set. Chance for an event may be expressed എന്തിലൊക്കെ പറയാം, നമുക്ക് റേഷ്യോയിലും പെർസെൻറ്റേജിലും പ്രൊപ്പോർഷനിലും പറയാം. സോ ഓൾ ദി എബവ് ആണ് ആൻസർ. ഇഫ് it is known that an event A has occurred, the probability of an event B given A is called conditional probability. When a die is thrown, dash is the probability of getting 5. 5 കിട്ടാനുള്ള സാധ്യത 1/5 ആണ്. 3 dice are thrown. 3 dice എറിയുന്ന സമയത്ത് probability of getting the sum of 3 കിട്ടാനുള്ള സാധ്യത 1/216 ആണ് കേട്ടോ. Then 3 coins are tossed. The probability of getting the most 2 heads കിട്ടാനുള്ള സാധ്യത 7/8 ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന മറ്റൊരു പേര് ബെർണൂലി ഡിസ്ട്രിബ്യൂഷൻ എന്നുകൂടിയാണ്. ദ മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ NP എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൂടിയാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒറിജിനേറ്റഡ് ബൈ ജെയിംസ് ബെർണൂലി ആണ്. വെൻ പ്രോബബിലിറ്റി ഈസ് റിവൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓൾ ദ വേരിയബിൾ ഇൻഫോർമേഷൻ അതിന് നമ്മൾ പറയുക പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്നാണ്. ദെൻ പ്രോബബിലിറ്റി ബിഫോർ മേക്കിംഗ് ദ റിവിഷൻ ഓൺ ദ ബേസ് ഓഫ് ഓൾ ദ അവൈലബിൾ ഇൻഫോർമേഷൻ ആണെങ്കിൽ അത് പ്രിയോറി പ്രോബബിലിറ്റി ആണ്. ബേസ് തിയറം ഈസ് ബേസ്ഡ് അപ്പോൺ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. യെസ് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതും യെസ് തന്നെയാണ് ആൻസർ. ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ കൺട്രി ഈസ് ഡാഷ് റാൻഡം വേരിയബിൾ. അതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. വെൻ ദ വാല്യൂ ഓഫ് വേരിയബിൾ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അതൊരു റാൻഡം വേരിയബിൾ ആയിരിക്കും. റാൻഡം വേരിയബിൾ നമുക്ക് എങ്ങനെയൊക്കെ പറയാം, എ ആൻഡ് ബി എന്ന് പറയാം. സോറി, ഓപ്ഷൻ എയും ഉണ്ട് ബിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ബോത്താണ് ആൻസർ വരുന്നത്. സ്റ്റോചാസ്റ്റിക് വേരിയബിൾ എന്നും ചാൻസ് വേരിയബിൾ എന്നും പറയാം. അടുത്തത്, ഇഫ് ദ റാൻഡം വേരിയബിൾ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം സ്പെസിഫിക് വാല്യൂസ് ഓൺലി then it is called a discrete probability distribution. അതായത് നമ്മുടെ റാൻഡം വേരിയബിൾ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ചില വേരിയബിൾസ് ചില വാല്യൂസ് മാത്രമാണ് അസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇഫ് ദ റാൻഡം വേരിയബിൾ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം എനി വാല്യൂ ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. NPQ ഇസ് ദ വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. For a binomial distribution with the probability P of success and of Q of a failure, the correlation between mean and variance എന്ന് പറയുന്നത് mean is greater than variance ആയിരിക്കും. 137 in a binomial distribution if n is equal to 8, P is equal to 1/3, then the variance എന്ന് പറയുന്നത് 16/9 ആയിരിക്കും. In a dash distribution, mean is equal to variance. Poisson distributionലാണ് mean equal to variance ആവുന്നത്. For a binomial distribution, the parameter n takes dash value, finite value. Poisson distribution is the limiting form of binomial distribution. ഒരു ലിമിറ്റിംഗ് ഫോമാണ് Poisson distribution. Poisson distribution ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൂടിയാണ്. Poisson distribution കണ്ടെത്തുന്നത് സൈമൺ ഡെനിസ് പോയ്സൺ എന്ന് പറയുന്ന ആളാണ്. Poisson distributionലെ മീൻ m ആയിട്ട്, സ്മോൾ ലെറ്റർ m ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. Poisson distributionലെ Poisson distribution is dash distribution, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ അതിൽ എന്ന് പറയുന്ന വാല്യൂ 2.718 ആണ്. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് Poisson distribution സ്മോൾ ലെറ്റർ m ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദെൻ ഇഫ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദെയർ സം ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 2 ആണ്. ഇനി ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ
എങ്ങനെയൊക്കെ ആവാം? മീൻ ഈസ് ഇക്വൽ ടു മോഡ് ആവാം, മീൻ ഈസ് ഇക്വൽ ടു മീഡിയം ആവാം, മീഡിയം പ്ലസ് മോഡും ആവാം. അപ്പോൾ ഓൾ ദി എബവ് ആണ് ആൻസർ. ദെൻ വെൻ എക്സ് ഫോളോസ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് ക്യൂ റേസ് ടു എൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാസ് ഡിസ്കവേർഡ് ബൈ ഡി മൊറേ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഒരു നോർമൽ ബെൽ ഷേപ്പ്ഡ് കർവ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണുള്ളത്. ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് മാക്സിമം അറ്റ് ദി മീനിലാണത് മാക്സിമം ആയിട്ട് നിൽക്കുക. നോർമൽ കർവ് ഒരു യൂണി മോഡലാണ്. മീൻ മീഡിയൻ മോഡ് ആർ ഈക്വൽ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ ഏത് വേണമെങ്കിലും ആവാം, യൂണി മോഡൽ ആവാം, സിമെട്രിക്കൽ ആവാം, കണ്ടിന്യൂസും ആവാം. ഫോർ എ നോർമൽ കർവ് ക്യു ഡി എം ഡി ആൻഡ് എസ് ടി ഏത് റേഷ്യോയിലാണ്? 10:12:15 എന്നുള്ള റേഷ്യോയിലാണ്. അപ്രോക്സിമേറ്റ് റിലേഷൻ ബിറ്റ്വീൻ ക്യു ഡി ആൻഡ് എസ് ടി എന്ന് പറയുന്നത് 3QD ഈസ് ഈക്വൽ ടു 2SD എന്നുള്ള രീതിക്കാണ്. ഇനി അപ്രോക്സിമേറ്റ് റിലേഷൻ ബിറ്റ്വീൻ എം ഡി എബൌട്ട് മീൻ ആൻഡ് എസ് ടി ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 5MD ഈസ് ഈക്വൽ ടു 4ST ആണ്. ദ ഏരിയ അണ്ടർ ദി സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ബിയോണ്ട് ദ ലൈൻ ഈസ് 5%. Z ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1.965% ആണ്. കോഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 0 ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു മെസോകേർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയാറുണ്ട്, മെസോകേർട്ടിക് എന്നും നമ്മൾ പറയാറുണ്ട്. ദെൻ മീൻ ഡീവിയേഷൻ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 4/5 ST ആണ്. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 2/3 ST ആണ്. ഇൻ എ ഡാഷ് ഡിസ്ട്രിബ്യൂഷൻ ക്വാർട്ടൈൽസ് ആർ ഇക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ആൻസർ. Then a normal distribution requires two parameters, namely the mean and the standard deviation. A normal distribution is an approximation to binomial distribution. Mean positive or negative 2ST covers 95.45% ആണ് കവർ ചെയ്യുന്നത്. തിയററ്റിക്കലി ദ റേഞ്ച് ഓഫ് നോർമൽ കർവ് എന്ന് പറയുന്നത് -∞ to +∞ ആണ്. Standard deviation of the sampling distribution is called standard error. Index numbers are ellam varum, appo all of these are answer. Then index numbers for the base period is always taken as 100. Then dash is the basic tendency of a series to grow or decline over a period of time എന്ന് പറയുന്നത് ട്രെൻഡ് ആണ്. അതാണ് നമ്മൾ വളരെയും താഴെയും ഒക്കെ ചെയ്യുന്നത്. Then variation are periodic movements. അപ്പോൾ സൈക്ലിക്കാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 175 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആകെയുള്ളത്. ഞാൻ അതിൻ്റെ ആൻസർക്ക് കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇത്രയാണ് നമുക്ക് പഠിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.